ഹലോ, വെൽക്കം ടീച്ചേഴ്സ് ക്ലബ് PSC. എല്ലാ പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കൾക്കും ഉദ്യോഗാർത്ഥികൾക്കും ടീച്ചേഴ്സ് ക്ലബ് PSCയിലേക്ക് സ്വാഗതം. നമ്മുടെ ഏറ്റവും സന്തോഷകരമായിട്ടുള്ള വാർത്ത അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. നമ്മുടെ KVS NVSന്റെ ആൻസർ കീ വന്നിട്ടുണ്ട്. അപ്പൊ നമ്മളെ ഇവിടെ പരീക്ഷ എഴുതിയവരും എല്ലാവരും ആൻസർ കീ ഒന്ന് ചെക്ക് ചെയ്യുക. അതായത് നിങ്ങൾ ജസ്റ്റ് kvsangadan.nic.in എന്ന് പറഞ്ഞ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ഈ KVSന്റെ സൈറ്റ് കിട്ടും. ആ സൈറ്റ് കിട്ടി താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വന്നിട്ടുണ്ട് പബ്ലിക് നോട്ടീസ് ഫോർ ഡൗൺലോഡിംഗ് സ്കാൻഡ് കോപ്പി ഓഫ് OMR ഷീറ്റ് ആൻഡ് ആൻസർ കീ ഓഫ് ദ ടയർ 1 എക്സാമിനേഷൻ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ 1/2025. ഇങ്ങനെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. പബ്ലിക് നോട്ടീസ് എന്ന് പറഞ്ഞിട്ട് Tier 1 examination recruitment to various teaching and non-teaching posts in KVS and NVS was conducted 10th 11th January 2026. The provisional answer keys and scanned image of OMR answer sheet attempted by the candidates are available on below mentioned link. അതിൽ തന്നെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഈ ലിങ്ക് വഴി നിങ്ങൾ എന്ത് ചെയ്യുക, അതിലേക്ക് കയറുക. പിന്നെ ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഈ ആൻസർ കീയിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ 1000 രൂപയാണ് ഓരോ ക്വസ്റ്റ്യനും. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഓരോ ക്വസ്റ്റ്യൻ നിങ്ങൾ ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് ഡൗട്ട് ഉണ്ടെങ്കിൽ അതിന്റെ ടൈം ഫെബ്രുവരി 4 മുമ്പ് നിങ്ങൾക്ക് പരാതി അറിയിക്കാവുന്നതാണ്. അങ്ങനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് അപ്പൊ ഈ ലിങ്കിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും. നിങ്ങളുടെ റോൾ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും കൊടുത്ത് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എഴുതിയ OMR ഷീറ്റും നിങ്ങൾക്ക് കിട്ടും, ആൻസർ കീ കിട്ടും. ഓക്കെ, അത് വെച്ചിട്ട് നോക്കിയിട്ട് നിങ്ങൾക്ക് എത്ര മാർക്ക് ലഭിച്ചു എന്ന് ഐഡന്റിഫൈ ചെയ്യുക. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ പഠിച്ചവര്, നമ്മുടെ ക്ലാസ്സിലുള്ള കുട്ടികളെല്ലാം നന്നായിട്ട് നോക്കിയിട്ട് നിങ്ങൾ ഡീറ്റെയിൽസ് പേഴ്സണലായിട്ട് അറിയിക്കുക. തീർച്ചയായിട്ടും അടുത്ത ദിവസങ്ങളിൽ നമുക്കറിയാം ടയർ 2 എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ് ടൈപ്പും ഉണ്ട്, ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പും ഉണ്ട്. എല്ലാ സബ്ജക്റ്റിന്റെയും ടയർ 2ന്റെ ക്ലാസ്സുകൾ നമുക്കുണ്ട്. ടയർ 2 ക്ലാസ്സുകൾ ഉടൻ തന്നെ ആരംഭിക്കും. നമ്മുടെ ആൻസർ കീ വരാത്തത് കൊണ്ടാണ് നിങ്ങൾക്കൊരു ഇന്റിമേഷൻ തരാതിരുന്നത്. പറഞ്ഞതുപോലെ തന്നെ എല്ലാ ക്ലാസ് ടയർ 2ന്റെ എല്ലാ സബ്ജക്റ്റിന്റെ ക്ലാസ്സുകളും അവൈലബിൾ ആണ്. അടുത്ത ദിവസം അതിന്റെ ഇന്റിമേഷൻസും കാര്യങ്ങളെല്ലാം തരും. ഞാൻ അതിന്റെ മാക്സിമാന്റെ മിനിമം കട്ട് ഓഫ് മാർക്ക് നമ്മൾ മുൻപേ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഏകദേശം നിങ്ങൾക്ക് ഒരു 150 റേഞ്ച്, അത് ഓരോ സബ്ജക്റ്റിനും ഓരോ റേഞ്ച് ആണ്. ഞാൻ കഴിഞ്ഞ വീഡിയോകളിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഏകദേശം 150 റേഞ്ച് ഉള്ളവരൊക്കെ സെക്കൻഡ് ടയറിലേക്ക് യോഗ്യത നേടും, ഉറപ്പാണ്. കാരണം നമ്മുടെ റേഷ്യോ എന്ന് വെച്ചാൽ 1:10 ആണ്. ഒരു പോസ്റ്റിന് ഒരു വേക്കൻസിക്ക് 10 പേർ എന്നുള്ള ലെവലിലാണ് എടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഏകദേശം ഒക്കെ ഒരു 150 റേഞ്ച് ഉള്ളവര്, പിന്നെ PRT ഒക്കെ കുറച്ച് കുറഞ്ഞു നിൽക്കും കട്ട് ഓഫ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ 150 റേഞ്ച് എന്ന് പറയുന്നത് ജനറലിന്റെ മാർക്കാണ് ഞാൻ പറയുന്നത്, ജനറൽ ആണ്. അപ്പം ഇതില് OBC, നോൺ ക്രിമിലിയർ ആയാലും, അതുപോലെ തന്നെ SC, അതുപോലെ തന്നെ ST, അതുപോലെ തന്നെ PWBD ഇങ്ങനെയുള്ള കാറ്റഗറിയിൽ ആയിക്കഴിഞ്ഞാൽ ഈ 150 എന്ന് പറയുന്നത് ഏകദേശം 140 റേഞ്ച്, 130 റേഞ്ച്, 120 റേഞ്ച്, 110 റേഞ്ച്, ഇങ്ങനെയുള്ള റേഞ്ചിലുള്ള മാർക്കും കയറിപ്പോവും സെക്കൻഡറിയിലേക്ക്, ആ ഒരു റേഞ്ച് ആണെങ്കിൽ. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും മാർക്ക് നോക്കുക, അറിയിക്കുക. നമുക്ക് അടുത്ത ദിവസം മുതൽ സെക്കൻഡ് ടയറിന്റെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, ഫസ്റ്റ് ടയറിന്റെ ക്ലാസ്സുകൾ എങ്ങനെയായിരുന്നോ അതില് ഒരു ഉപേക്ഷയും ഇല്ലാതെ തന്നെ സെക്കൻഡ് ടയറിന്റെ ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. എല്ലാ സബ്ജക്റ്റിന്റെയും ഒരു ആളുണ്ടായിരുന്നു കഴിഞ്ഞാലും കയറിയിട്ടുള്ള നമ്മുടെ ഈ മാർക്ക് കയറിയിട്ടുള്ള, അപ്പൊ എല്ലാവരും മാർക്ക് ഐഡന്റിഫൈ ചെയ്യുക ഈ പറഞ്ഞ രീതിയിൽ. ഓക്കെ, മെയിൻ ആയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് സെക്കൻഡ് ടയറിന് പ്രിപ്പയർ ചെയ്യാൻ നിൽക്കുന്നവർ ചെയ്യേണ്ടത്, നിങ്ങളുടെ അതാത് സബ്ജക്റ്റിൽ നിങ്ങളുടെ NCERT 8ാം ക്ലാസ്, 9ാം ക്ലാസ്, 10ാം ക്ലാസ്, 11ാം ക്ലാസ്, 12ാം ക്ലാസ് ഇതിന്റെ ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ ഓഫ്ലൈൻ ആയിട്ട് വാങ്ങിക്കുകയോ അല്ലെങ്കിൽ പ്രിന്റ് ഔട്ട് എടുക്കുകയോ വേണം. കാരണം പക്ക കോപ്പി പേസ്റ്റ് ആയിരിക്കും ഈ ടെക്സ്റ്റ് ബുക്കുകളിലേക്ക്. പിന്നെ നമുക്ക് ഡിസ്ക്രിപ്റ്റീവ് ഉള്ളത് കൊണ്ട് വളരെ നന്നായിട്ട് പഠിക്കുകയും വേണം. നിങ്ങൾക്ക് ഇതിന്റെയൊക്കെ ഈ 8, 9, 10, 11, 12 ഇതിന്റെയൊക്കെ ക്യാപ്സ്യൂൾ നോട്ട്സുകൾ, ക്യാപ്സ്യൂൾ ആയിട്ടുള്ള
നോട്ട്സ്, നീറ്റ് ലെവലിലുള്ള നോട്ട്സ്, ഇതെല്ലാം കൃത്യമായിട്ട് തരുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇതിന്റെ എല്ലാ ക്ലാസ്സസ് ഉണ്ടാവും. പക്ഷെ എത്ര ക്ലാസ്സസുകൾ തന്നാലും സെക്കൻഡ് ഇയർ എന്ന് പറയുന്നത് 90% നിങ്ങളുടെ കയ്യിലാണ്. നിങ്ങൾക്ക് എത്രത്തോളം സബ്ജക്ട് നോളജ് ഉണ്ട്, എത്രത്തോളം അറിയാം എന്നുള്ളതനുസരിച്ചായിരിക്കും സെക്കൻഡ് ഇയർ എന്ന് പറയുന്നത്. പിന്നെ ഒരു കാര്യം കൂടി പറയാനുള്ളത്, എന്താണ്, സെക്കൻഡ് ഇയർ എന്ന് പറയുമ്പോൾ എല്ലാവരും ഓൾ ഇന്ത്യൻസ് ആർ ഈക്വൽ എന്നുള്ള ലെവലിലാണ്. കാരണം ആർക്കും അറിയത്തില്ല, ചരിത്രത്തില് AVS NVSന്റെ ചരിത്രത്തില് ആദ്യമായിട്ടാണ് ഒരു സെക്കൻഡ് ഇയർ എക്സാം. അത് ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള എക്സാം ചരിത്രത്തിൽ ഫസ്റ്റ് ടൈം ആണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും തുല്യരാണ്, അല്ലേ? എല്ലാവരും തുല്യരാണ്. അപ്പൊ ആര് എത്രയും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുന്നു അതിനനുസരിച്ചിട്ടായിരിക്കും നിങ്ങളുടെ ജോലി എന്ന് പറയുന്നത് ലഭിക്കാൻ പോകുന്നത്. ഓഗസ്റ്റോട് കൂടി നിയമനം നടക്കും. അപ്പം സ്വാഭാവികമായിട്ടും ഉടൻ തന്നെ ഇതിന്റെ കട്ട് ഓഫ് കാര്യങ്ങളും സെക്കൻഡ് ഇയറിലുള്ള സെലക്ഷൻസ് കാര്യങ്ങളെല്ലാം വരും. പ്രിപ്പറേഷൻ ആരംഭിക്കുക. ഇനി ബാക്കിയുള്ള ഡീറ്റെയിൽസ് എല്ലാം അടങ്ങുന്ന പുതിയ വീഡിയോ നിങ്ങൾക്ക് അപ്ഡേറ്റ് തരാം. ഇപ്പോൾ ജസ്റ്റ് ഒരു ഇന്റിമേഷൻ മാത്രമായിട്ട് കരുതിയാൽ മതി. അപ്പൊ എല്ലാവർക്കും നല്ല മാർക്ക് ലഭിക്കട്ടെ നോക്കുമ്പോൾ. അതുപോലെ തന്നെ തീർച്ചയായിട്ടും സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു. വന്ദേ മാതരം. ജയ് ഹിന്ദ്.